IPL രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം പൂർത്തിയായിരിക്കുകയാണ്. നമ്മൾ മത്സരത്തിന് മുമ്പുള്ള വിലയിരുത്തലിൽ മുമ്പത്തെ റെക്കോർഡുകൾ അതുപോലെ തന്നെ ന്യൂട്രൽ വേദികളിൽ രാജസ്ഥാൻ കാഴ്ചവെക്കുന്ന പ്രകടനങ്ങളെല്ലാം വിലയിരുത്തി രാജസ്ഥാൻ ഒരു ചെറിയ സാധ്യത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തിയിരുന്നു. പക്ഷെ അന്നേരം തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു, എല്ലാം ഇത്തരം വിലയിരുത്തലുകളെല്ലാം ഒരു അനാലിസിസിന്റെ ഭാഗമായിട്ട് മറ്റുള്ള ഘടകങ്ങളും എല്ലാം കൂടിച്ചേർത്ത് പറയുന്ന കാര്യമാണ്. അത് കളത്തിലെ ആ ദിവസത്തെ പെർഫോമൻസ് എന്താണോ അതിനനുസരിച്ച് തന്നെയായിരിക്കും ടീമിന്റെ വിജയം എന്ന് കാര്യത്തിലൊരു സംശയമില്ല. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇത്തരം വിലയിരുത്തലുകളെല്ലാം വരുന്നത് ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടും എല്ലാം രൂപപ്പെട്ടു വരുന്നത് പല ഘടകങ്ങൾക്കനുസരിച്ചായിരിക്കും. ഇപ്പോഴത്തെ താരങ്ങളുടെ ഫോം, അതുപോലെ ടീമിൻ്റെ കോമ്പിനേഷൻ, അതുപോലെ കളിക്കുന്ന മൈതാനം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്തിട്ടായിരിക്കും ഒരു വിലയിരുത്തൽ വരുന്നത്. പക്ഷേ അന്തിമമായ ഒരു ടീമിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം ആ ടീമിൽ അവരെങ്ങനെയാണോ അവർ പ്രകടനം നടത്തുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബാറ്റിങ്ങിൽ അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ക്യാപ്റ്റൻസിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോളിങ്ങിലും അത്ര ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ബോളിംഗ് നിരയല്ല കണ്ടത്. ടീമിൻ്റെ കോമ്പിനേഷനുകളും അതുപോലെ തന്നെ ബാറ്റ്സ്മാൻമാരുടെ ഒരു ഓർഡറും എല്ലാം മാറ്റുന്നതിൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ ഇന്നലെ ബാധിച്ചിട്ടുണ്ടാകും? നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് തന്നെ പറയേണ്ടത് ക്യാപ്റ്റൻസി തന്നെയാണ്. റിയൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസി, അത് ക്യാപ്റ്റൻസിയിൽ ഒരു മോശം റെക്കോർഡും അദ്ദേഹത്തിന് രാജസ്ഥാൻ നിരയിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ ആദ്യത്തെ മത്സരത്തെ ക്യാപ്റ്റൻസി, ഇന്നലത്തെ മത്സരത്തിലെ ക്യാപ്റ്റൻസിയും അത് വളരെ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ സഞ്ജുവിനെ വെച്ച് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ രാജസ്ഥാൻ ടീമിൻ്റെ നായകൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല പ്രകടനം വരുന്നത്. പിന്നെ ബാറ്റിംഗിലൂടെ പ്രകടനം, ഇന്നലെ ടോപ്പ് സ്കോറർ 33 എടുത്ത ജുറലാണ് വരുന്നത്. അതിൽ തന്നെ നമുക്കറിയാലോ അവിടെ വരുന്ന ബാറ്റിംഗിനിടെ ഈ സഞ്ജു ഉൾപ്പെടെയുള്ള ബാറ്റിംഗ് ഇമ്പാക്ട് പ്ലെയറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും വരുന്ന താരങ്ങൾക്ക് തിളങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. ജയ്സ്വാളിന് ഒരു വലിയ ഇന്നിങ്സിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച ബാറ്റിംഗ് നിര തകരുവാണ്. അതുപോലെ തന്നെ ബോളിംഗ് ഈ പറഞ്ഞ പോലെ എന്നാലും ഒരു എറിഞ്ഞ് പിടിക്കാൻ പറ്റി വരുന്ന റണ്ണ് തന്നെയാണ്. ആ റണ്ണ് മോശം റണ്ണെന്ന് പറയുന്നത് നിലവിലെ IPL വെച്ചൊക്കെ 200 നമ്മൾ പോകുന്ന റണ്ണൊക്കെ ഇത് മോശം താഴ്ന്ന റണ്ണ് തന്നെയാണെങ്കിൽ കൂടി നമുക്ക് പിടിക്കാമായിരുന്നു. അതിനൊരു ബോളർമാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ടീം കൂടിയാണ് രാജസ്ഥാൻ. പക്ഷേ അതിനും കൂടി പറ്റുന്നില്ല. അതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ക്യാപ്റ്റൻസിയുടെ പ്രശ്നങ്ങൾ പറയുന്നത്. പിന്നെ ബാറ്റിംഗ് ഓർഡറിൽ ഹസ്രംഗിനെ നമ്മൾ 5ാമത് ഇറക്കിയത്, അങ്ങനെ മുൻ സ്ഥാനക്കാരെ കൊണ്ട് ഇറക്കുന്നു എന്നുകൊണ്ടും എടുത്ത തീരുമാനങ്ങളെല്ലാം ഇന്നലെ ഗ്രൗണ്ടിൽ പാളിപ്പോവുകയായിരുന്നു. അതിൻ്റെ തന്നെയാണ് 15 ബോൾ ബാക്കി നൽകിയ രാജസ്ഥാന് കൊൽക്കത്തയ്ക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. തീർച്ചയായും ഒരു സഞ്ജു സാംസനെ പോലെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു മികച്ച ക്യാപ്റ്റൻ അവിടെ ഉള്ള സമയത്ത് റിയൻ പരാഗാണ് രാജസ്ഥാനെ നയിക്കുന്നത്. നമുക്കറിയാം, സഞ്ജു പരിക്കിൻ്റെ പിടിയിലാണ്, ബാറ്റ് ചെയ്യാൻ വരുന്നു, ഫുള്ള് ഫീൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാനോ ഒന്നുള്ള ഫിറ്റ്നസ് അദ്ദേഹം വീണ്ടെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 3 മത്സരം കഴിഞ്ഞിട്ടാണ് സഞ്ജു തിരിച്ചു വരുന്നുള്ളത്. റിയൻ പരാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം 3ാമനായി ബാറ്റ് ചെയ്യാൻ വരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് കണ്ടത് എന്നാണ് ആരാധകർ ആരോപിക്കുന്ന ഒരു കാര്യം. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് അല്ല റിയൻ പരാഗ് കാഴ്ചവെച്ചത്. നമുക്കറിയാം 15 ബോളിൽ 25 എന്ന് പറയുമ്പോൾ ചില T20യിൽ ഫിനിഷിങ്ങിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ക്യാമിയോ ഇന്നിങ്സുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷെ ടീമിന്റെ നായകൻ ഒരു വിക്കറ്റ്, അതെ ഫസ്റ്റ് വിക്കറ്റ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇന്നിങ്സ് റെസ്പോൺസിബിൾ ആയിട്ട് കളിച്ചില്ല എന്നതാണ് ആരാധകർ പറയുന്ന ഒരു കാര്യം. അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞാൽ ഈ രാജസ്ഥാൻ്റെ ഒരു നായകൻ ഇന്നിങ്സ് കാഴ്ചവെക്കാൻ വേണ്ടി പരാഗിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലത്തെ മത്സരത്തിലും കഴിഞ്ഞിട്ടില്ല, ആദ്യ മത്സരത്തിലും കഴിഞ്ഞിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഇന്നലെ ഒരു വിക്കറ്റ് പോയ സമയത്ത് നമുക്കറിയാം, പിന്നെ ഏറ്റവും വലിയ കാര്യം പറയുമ്പം ഇന്നലെ നമ്മൾ 2ാമത്തെ ഹോം ഗ്രൗണ്ടായ ഗുവാഹത്തിയിലാണ് മത്സരം നടക്കുന്നത്. അത് റിയാൻ പരാഗിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ്. അസമിലെ നായകനായ റിയാൻ പരാഗിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അവിടുത്തെ പിച്ചിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയുന്ന താരമാണ് റിയാൻ പരാഗ്. ആ പിച്ചിൽ എങ്ങനെ ഇന്ന് നമ്മുടെ ബാറ്റിംഗ് പരിശീലകൻ പറയുന്നുണ്ടായിരുന്നു, ഈ ബാറ്റ് ചെയ്യുന്നത് ദുഷ്കരമാണ്. പക്ഷേ നമുക്കൊരു ഭേദപ്പെട്ട റണ്ണ് ഉയർത്താൻ വേണ്ടി പറ്റിയാൽ 170-150 എടുക്കാൻ വേണ്ടി പറ്റിയാൽ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കൊൽക്കത്തയുടെ ബാറ്റിംഗ് വെച്ചിട്ട് അത് സാധ്യം നമുക്കറിയാം. ഇന്നലെ കണ്ട് അത് കൊൽക്കത്തയുടെ ബാറ്റിങ്ങിന് മാത്രം പറഞ്ഞപ്പോൾ ആ പിച്ചിലപ്പം രാജസ്ഥാൻ്റെ ബോളിങ്ങിൻ്റെ കുറ്റം കൂടിയാണ്. ഈ നമ്മുടെ ബാറ്റിംഗ് കോച്ചാണ് പറയുന്നത് ഈ റൺ എത്തിയാൽ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് അത് വിലയിരുത്താൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നമാണെന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് മത്സരം പോകുന്നത്. അപ്പം അതിൽ നമുക്ക് പറ്റിയ ബാറ്റിങ്ങിൽ ഈ നായകൻ കളി റീഡ് ചെയ്യേണ്ട, പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കേണ്ട പരാഗിനത് കഴിയുന്നില്ല. വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബോളിങ്ങിലേക്ക് എത്തുമ്പോഴും അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു തരുമ്പോൾ തന്നെ പറയേണ്ടത് രാജസ്ഥാൻ്റെ IPL ചരിത്രം എടുക്കുമ്പോൾ ഒരു മോശം റെക്കോർഡും റിയൻ പരാഗിന് ക്യാപ്റ്റൻ നിലയിൽ കിട്ടി. ഇപ്പോൾ പറഞ്ഞാൽ 3 മത്സരങ്ങൾക്ക് മാത്രമാണ് ക്യാപ്റ്റൻ. അതിൽ തുടർച്ചയായി ആദ്യത്തെ 2 മത്സരം തോൽക്കുന്ന ആദ്യത്തെ നായകനായിട്ട് റിയൻ പരാഗ് മാറിയിട്ടുണ്ട്. നമ്മളെ സഞ്ജു സാംസണും
വാട്സൺ, ഷെയ്മോൺ ഉൾപ്പെടെയുള്ള താരങ്ങൾ നയിച്ച ടീമാണ്. അതിൽ സഞ്ജുവൊക്കെ ആദ്യം സഞ്ജു, അജിങ്ക്യ രഹാനെ, ഇപ്പോഴത്തെ കൊൽക്കത്തയുടെ നായകൻ അജിങ്ക്യ രഹാനൊക്കെ നയിച്ചപ്പോൾ അവർക്ക് 2 മത്സരങ്ങളിൽ 1 ജയം 1 തോൽവി ഉണ്ടായിരുന്നു. മറ്റു പല നായകന്മാർക്കും 2 ജയം കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2 തോൽവിക്കുന്ന ആദ്യ താരമായിട്ട് റിയാൻ പരാഗ് മാറി. 7ാമത്തെ നായകനാണ് രാജസ്ഥാൻ്റെ. അങ്ങനെ ഒരു മോശം റെക്കോർഡ് വന്നിട്ടുണ്ട്. ഇപ്പം അസമിൽ നായകനായി വരുന്ന ആദ്യ താരം കൂടിയായിരുന്നു. അസമിൽ കളിക്കാൻ വേണ്ടി പോകുന്നു ഹോം ഗ്രൗണ്ടിൽ. നിങ്ങൾ നമ്മൾ പിന്നെ കളിക്കിടയിൽ ചില മൊമെൻറ്റുകളൊക്കെ കണ്ടതുമാണ്. പക്ഷേ ആ ഒരു ഗാലറിയുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ടീം പ്രതീക്ഷിക്കുന്നത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു ഘടകം നമുക്ക് നേരത്തെ അറിയാം, റിയാൻ പരാഗിനെ ടീമിൽ നിലനിർത്തുമ്പോൾ കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം തിളങ്ങിയത്. അതിന് മുന്നേ അത്ര വലിയൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ സീസണിൽ ടോപ്പ് സ്കോററായി മാറുകയാണ് ടീമിൻ്റെ. അപ്പം ഈ ടീമിൽ നിലനിർത്തുമ്പോൾ നമുക്കറിയാം സഞ്ജു കഴിഞ്ഞാൽ ടീമിൻ്റെ നായകനായി വരുന്നത് രാജസ്ഥാൻ വളർത്തിക്കൊണ്ടുവരുന്ന റിയാൻ പരാഗിനെ ആയിരിക്കും എന്ന് റിപ്പോർട്ടുകളെന്നേ പറയുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ സഞ്ജു തന്നെ ആദ്യത്തെ 3 മത്സരങ്ങളിൽ താൻ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ മാത്രമായിരിക്കും, ടീമിന് 7 ലഭിക്കില്ല. അതുകൊണ്ട് ക്യാപ്റ്റനെ പരാഗിനെ അനൗൺസ് ചെയ്യുന്നു. ആ വരുമ്പം കിട്ടിയ അവസരം മുതലാക്കാനായിരുന്നെങ്കിൽ ഈ ടൂർണമെൻറ്റ് അടുത്ത സീസൺ ആകുമ്പോഴേക്ക് സഞ്ജുവിൻ്റെ ഒരു മോശം പ്രകടനമാണ് വരുന്നെങ്കിൽ ഒരു വലിയൊരു മുറവിളി വന്നേനെ പരാഗിന് വേണ്ടിയിട്ട്. പക്ഷേ അത് മുതലാക്കാൻ പരാഗിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല തിരുത്തും നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പരാഗ്. തീർച്ചയായും. അതുപോലെ തന്നെ പരാഗ് 3ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ വന്നതിനെതിരെയും ആരാധകർ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്കറിയാം, ഇപ്പം ഇന്നലെ അദ്ദേഹം വന്ന് 3 സിക്സ് അടിക്കുന്നു, 15 ബോളിൽ 25 റൺസ് എടുക്കുന്നു, ബിഗ് ഹിറ്റിന് ശ്രമിച്ച് വരുൺ ചക്രവർത്തിക്കെതിരെ പന്തിൽ പുറത്താകുന്നു. തീർച്ചയായും കഴിഞ്ഞ സീസണുകൾ, മുൻ സീസണുകളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ അദ്ദേഹം കുറച്ച് ലോ ഓർഡറിൽ കളിക്കണം. ആ ഒരു ബാറ്റിംഗാണ് ഇന്നലെ നമ്മൾ കണ്ടതും. അങ്ങനെ ഹിറ്റ് ചെയ്യേണ്ടത് ആ ഒരു സാഹചര്യത്തിലാണ്. അതേസമയം ഒരു 3ാമത്തെ പൊസിഷനിൽ ഒരു ഉയർന്ന പൊസിഷനിൽ അദ്ദേഹം കളിക്കേണ്ടതില്ല, ടോപ്പ് ഓർഡറിൽ അദ്ദേഹം കളിക്കേണ്ടതില്ല എന്നാണ് ആരാധകർ ഉന്നയിക്കുന്ന കാര്യം. അത് ശരിയാണെന്ന് തോന്നുന്നു. തീർച്ചയായും. ഇപ്പം സൈഫുനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ആരാധകർ പറയുന്ന കാരണം അത് നമുക്കിപ്പോൾ നോക്കുമ്പോൾ 2 മത്സരം മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ നായകനായിട്ട് അദ്ദേഹം പറഞ്ഞ 2 മത്സരം നമ്മൾ IPL മൊത്തത്തിൽ വിലയിരുത്തി പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് പറയുമ്പോൾ ഈ 2 മത്സരത്തിലെ പ്രകടനം വെച്ച് നോക്കിയാൽ ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം കളിക്കുന്ന ഇന്നിങ്സ് പിന്നെ ഒരു മിഡിൽ ഓർഡറിലോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിലോ കളിക്കേണ്ട താരത്തിൻ്റെ ഇന്നിങ്സാണ് വരുന്നത്. കഴിഞ്ഞ സീസണും മുന്നത്തെ സീസണിലൊക്കെ ആണെങ്കിൽ കൂടി 2018 പോലുള്ള സീസൺ എടുത്താൽ തന്നെ അതെ 2024 സീസണിൽ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. 573 റൺസൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. ടോപ്പ് സ്കോർ ആയിരുന്നു പരാഗ്. അപ്പം അതിന് മുന്നേ തിളങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി 1-2 മത്സരത്തിൽ ഒരു ചെറുതായിട്ടൊന്ന് മിന്നിപ്പോകുന്ന താരമായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന് കഴിയുമായിരുന്നത് ആ നമ്പറിലേക്കാണ്. അപ്പം 1 ഡൗൺ ആയിട്ട് ഇറങ്ങി വരുന്നു, എന്നിട്ട് ഈ രീതിയിൽ കളിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്ന രീതി പറയുമ്പോൾ അത് ആ പൊസിഷനിൽ ചേർന്നതല്ല. അതിനേക്കാൾ ഏറ്റവും പ്രധാനം ടീമിൻ്റെ ഒരു ഏർലി വിക്കറ്റ് പോയിരിക്കുന്ന ഘട്ടത്തിൽ റൺ ഉയർത്തേണ്ട, T20 ഉയർത്തേണ്ട സമയത്ത് റൺ ഉയർത്താൻ നമ്മളീ പറയുമ്പോൾ അവിടെ മുട്ടി നിൽക്കുക അല്ലെങ്കിൽ വിക്കറ്റ് പോകാതെ പിടിച്ചു നിൽക്കുകയൊന്നും വേണ്ട. IPL ആണ്, 20 ഓവർ ക്രിക്കറ്റാണ്, അങ്ങനെ നോക്കി ഒന്ന് കളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഈ ഒരു ക്യാപ്റ്റൻ ഇന്നിങ്സ് പുറത്തെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അത് ഇന്നലത്തെ മാത്രമല്ല കഴിഞ്ഞ വർഷം വെച്ച് പറയുകയാണ്. ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് കാണുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ വർഷം ഇന്നലത്തെ 15 ബോൾ 25 റൺ പറയുമ്പോൾ അത് മോശമല്ല. IPL വേണ്ട കളിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് മുട്ടി കളിച്ചിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിച്ചിട്ട് റണ്ണാക്കാൻ വേണ്ടി IPL പറ്റില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും വരുൺ ചക്രവർത്തിയെ പോലുള്ള ഒരു ബൗളർക്കെതിരെ ബിഗ് ഹിറ്റിന് എന്തിനു ശ്രമിച്ചു എന്നുള്ള ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കേണ്ട കളി അല്ലെങ്കിൽ കൂടി നമുക്ക് ടീമിന്റെ റൺ ഉയർത്തത് തന്നെയാണ് ഇൻഷൻ. ഇപ്പം നമ്മളിപ്പോൾ കൊൽക്കത്തക്കെതിരെ പറയുകയാണെങ്കിൽ സുനിൽ നരേന്റെ പന്തുകൾ വളരെ ശ്രദ്ധയോടെ കളിക്കുകയും ബാക്കിയുള്ള ഓവറുകൾ അറ്റാക്ക് ചെയ്ത് കളിക്കുകയൊക്കെ ചെയ്യുന്ന പല രീതികളും പല തന്ത്രങ്ങളും എതിർ ബാറ്റ്സ്മാൻമാർ ചെയ്യാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത്തരത്തില് അപകടകാരിയായിട്ടുള്ളൊരു ബൗളറാണോ മുന്നിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ വളരെ ശ്രദ്ധയോടെ കളിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു വരുൺ ചക്രവർത്തിക്കെതിരെ അദ്ദേഹത്തിന്റെ ഫുട് മൂവ്മെന്റുകളെല്ലാം പാളിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു ഓവർ കോൺഫിഡൻസ് അല്ലേ കണ്ടത് എന്നാണ് ആരാധകർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അത് തീർച്ചയായും എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ ആണ് എന്ന് എനിക്ക് എന്താ പ്രൂവ് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം, ഞാൻ ടീമിൻ്റെതായിട്ട് നിൽക്കണം എന്ന് ഉള്ള ഒരു ഓവർ പ്രഷർ അദ്ദേഹം എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി എനിക്കുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ പറയുമ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ വരുമ്പോഴും കാണുന്നത് തന്നെയാണ്. പരാഗിന് ഓവർ കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണോ എന്നുള്ള ചോദ്യം വരുമ്പം ഈ പ്രകടനവും വരുന്നുണ്ട്, ഈ ഇറങ്ങി വരുന്ന ബാറ്റിംഗ് ഓർഡർ നോക്കുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു നായകന് വേണ്ട കോൺഫിഡൻസ് തന്നെയാണ് വേണ്ടത്. പക്ഷെ അത് പ്രാവർത്തികമാക്കാനോട് കഴിയണം. കോൺഫിഡൻസ് കൊണ്ട് മാത്രം കാര്യമില്ല. കോൺഫിഡൻസ് ഉണ്ടാവണം, അതേസമയം സമ്മർദ്ദത്തിന് അടിമപ്പെടുകയും ചെയ്യരുത്. അതെ, സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയണം. കഴിയാതെ കോൺഫിഡൻസ് ഉണ്ടെന്ന് മുഖത്ത് വരുത്തിയിട്ടോ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് വരുത്തിയിട്ടോ കാര്യമില്ല. അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 മത്സരങ്ങൾ കഴിയുമ്പോൾ ആദ്യത്തെ മത്സരം നമുക്കറിയാം ബോളിങ്ങിൽ രാജസ്ഥാൻ എത്രത്തോളം വീക്കാണ്, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ചെയ്ത് അഗ്രസീവായി കളിക്കുന്ന ഒരു ബോളിംഗ് നിരക്കെതിരെ ബാറ്റിംഗ് നിരക്കെതിരെ ബോളിംഗ് പാളാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു വീക്ക്നെസ് കണ്ടൊരു മത്സരമായിരുന്നു. ഇപ്പോൾ ഈ മത്സരത്തിലാണെങ്കിൽ പോലും ബോളിംഗ് ഒരു മികച്ച രീതിയിലല്ല പന്തെറിഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. 150 റൺ ഒരു 17 ഓവറിലാണ് ഒരു ചേസ് ചെയ്യുന്നത്, 17.3 ഓവറിലാണ്, 18ാമത്തെ ഓവറിലാണ് ചേസ് ചെയ്യുന്നത് എന്നത് കൃത്യമാണ്.
മാത്രമല്ല ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ ആദ്യത്തെ മത്സരത്തിൽ അല്പമെങ്കിലും ആശ്വസിക്കാനുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ബാറ്റിങ്ങിലെ ഒരു അഗ്രസീവായിട്ടുള്ള സമീപനമൊക്കെയാണ്. പക്ഷെ ഇവിടെ അതെ പക്ഷെ ഇവിടെ യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണും ഫോം ആയില്ലെങ്കിൽ താഴേക്ക് മൊത്തത്തിൽ ഒരു കൊളാപ്സ് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ മുമ്പത്തെ മത്സരങ്ങളിൽ നമ്മൾ മാക്സിമം ഒരു 286 ചേസ് ചെയ്യുന്ന സമയത്ത് 240-40 എത്തുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും നോക്കണം, കാരണം ഇത്രയും വലിയ സ്കോർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കളി നടന്ന മൈതാനം ഹൈദരാബാദാണ്. മാത്രമല്ല ബോളർമാർ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഇടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ടൈറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള, ഇത്രയും വലിയ സ്കോർ ബാറ്റ്സ്മാൻമാരുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എങ്കിലും അവർ പോകാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇത് വലിയ സ്കോറുകളൊക്കെ വരുന്ന ബിഗ് സ്കോറുകളൊക്കെ വരുന്ന മത്സരത്തിൽ ഒന്നെങ്കിൽ എതിർ ടീം അറ്റാക്ക് ചെയ്ത് കളിക്കാൻ നോക്കിയിട്ട് കൊളാപ്സ് ആവും, അല്ലെങ്കിൽ അവർ ഇതിനോട് അടുത്തൊരു സ്കോറിലേക്ക് എത്തും. ആ ഒരു രീതി നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. 200-ലേറെ റൺസ് ഇപ്പൊ ഇതിന് മുമ്പ് 287 അടിച്ച ഹൈദരാബാദ് അടിച്ച കളിയിൽ പോലും അപ്പുറത്ത് RCB അതായത് ബാംഗ്ലൂർ ആ രീതിയിലേക്ക് മികച്ച സ്കോർ അടിച്ച് എത്തുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ ഇതിന് ഓപ്പോസിറ്റ് ഒരു മികച്ച ബോളിംഗ് നിര വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊളാപ്സ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഇത് രാജസ്ഥാന്റെ നമുക്കറിയാം 2 മത്സരങ്ങൾ കഴിഞ്ഞാൽ ഒന്നും വിലയിരുത്താൻ കഴിയില്ല എന്ന് അറിയാം. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ് വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു ഇൻസൈറ്റ് വെച്ചിട്ട് ഇത് രാജസ്ഥാനെ എന്ത് സൂചനയാണ് ഈ സീസണിൽ നൽകുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് രാജസ്ഥാൻ മെച്ചപ്പെടുത്തേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ഈ പറഞ്ഞ പോലെ ജൂറലും ജയ്സ്വാളും പിന്നെ സഞ്ജുവും പോയി കഴിഞ്ഞാൽ ടീം പോയതിൻ്റെ അവസ്ഥയിൽ ഒരു ടീമിന് മുന്നോട്ട് പോകാനാവില്ല. 1-2 താരത്തെ മാത്രം ആശ്രയിച്ചിട്ട് IPL പോലുള്ള ടൂർണമെന്റിൽ രാജസ്ഥാൻ എന്നുള്ള ഒരു ടീമിന് മുന്നോട്ട് പോകാനാവില്ല. നിതീഷ് റാണയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതല്ല. ഒറ്റ ഇതായിട്ട് പറയാം, നിതീഷ് റാണയിൽ നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ടീമിന് സംഭാവന ചെയ്യാൻ പറ്റുന്ന താരമാണ് നിതീഷ് റാണ. പക്ഷേ ആ ലെവലിലേക്ക് അദ്ദേഹം ഇന്നത് ഉയർന്നിട്ടില്ല. ധ്രുവ് ജുറൽ കഴിഞ്ഞ മത്സരത്തിലും ഈ മത്സരത്തിലും പിന്നെ ഏകദേശം പൊരുത്തി നോക്കുന്നത് ജുറൽ തന്നെയാണ്. അത് ഇന്നലെ കണ്ടു നമ്മൾ വെറുതെ, പക്ഷേ ഒറ്റപ്പെട്ടു പോകുന്നു, പിന്നെ വിക്കറ്റ് പോകുന്നു. ടീമാണ് നമ്മൾ പറയുമ്പോൾ സഞ്ജു ജയ്സ്വാൾ എന്നുള്ള പേര് പറയുമ്പോൾ ഇത്രയും വലിയ താരങ്ങൾ പുറകിലുണ്ടെന്ന് ആരും ഓർക്കുന്നില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ രാജസ്ഥാൻ 2 മത്സരം കഴിഞ്ഞു, നമ്മൾ ബാറ്റിംഗ് കഴിയുമ്പോൾ ജയ്സ്വാളിന്റെ ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയെന്നുള്ളൂ. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടു. സഞ്ജുവിനെ നമുക്ക് മലയാളികൾക്ക് എന്തായാലും സഞ്ജു രാജസ്ഥാൻ ഉണ്ട് അറിയാം. പിന്നെ പിന്നെ റിയാൻ പരാഗ് നായകനായത് കൊണ്ടുവരുന്നു. ജൂറിൽ കഴിഞ്ഞ 2 മത്സരങ്ങളും പെർഫോമൻസ് കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു. ബാറ്റ് ഏത് താരമാണ് ഈ പ്രകടനം കൊണ്ട് പിന്നെ നേടിയതെന്നുള്ള ചോദ്യം. ഇഷാൻ കിഷന്റെ പേര് നമ്മൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് മറ്റു താരങ്ങളെ ഈ സീസണിൽ പറയുന്നത് പോലെ ഇവരെ പേര് വരാൻ ഓർമ്മയിലേക്ക് വരുന്നില്ല. പറഞ്ഞാൽ 2 മത്സരമായിട്ടുള്ളൂ. പക്ഷേ ആ 2 മത്സരത്തിനായാലും ഒരു ചെറിയൊരു രാജസ്ഥാൻ്റെ ആരാധകർക്കെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റണ്ണ് ആ താരങ്ങളിൽ എത്തേണ്ടതുണ്ട്, സംഭാവന നൽകേണ്ടതുണ്ട്. അത് വരുന്നില്ല. ഹെഡ്മേയറിൻ്റെ ടീമാണ്. ഹെഡ്മേയറിൻ്റെ പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം, ഹെഡ്മേയർ പൊരുത്തിയത് നമുക്ക് കണ്ടതാണ്. പക്ഷേ ഇന്നലെ ഇത് കണ്ടില്ല. അപ്പോൾ അത് ഓരോ മത്സരത്തിൻ്റെ ഇത് തന്നെയാണ്. പക്ഷെ പറയുമ്പോൾ നല്ലൊരു ബോളിംഗ് നിരക്കുമെങ്കിൽ മുട്ടിടിച്ച് പോകുമെങ്കിൽ പിന്നെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ള സംശയം ബാക്കിയല്ലേ. തീർച്ചയായും. മറുവശത്ത് ഇന്നലെ 7 ബോളർമാരെയാണ് രാജസ്ഥാൻ പരീക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ റിയൻ പരാഗിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ അദ്ദേഹം മാത്രമാണ് ഒരു മികച്ച എക്കണോമിയിൽ പന്തെറിഞ്ഞത് 4 ഓവർ 25. പക്ഷേ ഇത്തരം ഒരു മത്സരങ്ങളിൽ മികച്ച എക്കണോമിയിൽ പന്തെറിയുക എന്നതിനപ്പുറത്തേക്ക് വിക്കറ്റുകൾ വീഴ്ത്തണം. എതിർ ടീമിന്റെ വിക്കറ്റ് രണ്ട് വിക്കറ്റ് മാത്രമാണ് വീഴ്ത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആർച്ചറുടെ കാര്യം പറയുകയാണെങ്കിൽ 2.3 ഓവർ ആർച്ചർ പന്ത് എറിഞ്ഞിട്ടുള്ളൂ, 33 റൺസ് വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. എക്കണോമി വരുന്നത് 13. അതെ, ആദ്യ കളിയിലെ എക്കണോമി 19, രണ്ടാമത്തെ മത്സരത്തിലെ എക്കണോമി 13. പിന്നെ കുറച്ചൊരു ഭേദപ്പെട്ട ബോളിംഗ് പ്രകടനം നടത്തിയിട്ടുള്ളത് മഹേഷ് തീക്ഷണയാണ്. സന്ദീപ് ശർമ്മ 2 ഓവർ 10, പക്ഷേ സന്ദീപ് ശർമ്മയുടെ 2 ഓവർ എറിഞ്ഞിട്ടുള്ളൂ. അപ്പം ക്യാപ്റ്റൻസിയിലൊക്കെ അതുപോലെ അങ്ങനെ ഒരുപാട് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ അസമിന്റെ നായകനാണെങ്കിൽ കൂടി IPL-ലേക്ക് വരുമ്പോൾ ഈ ഒരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഈ ടീമിന്റെ പിന്നെ പൾസ് അറിഞ്ഞ് എന്താണ് വേണ്ടതെന്ന് പിന്നെ ടീമിന് കൊടുക്കാൻ വേണ്ടി പരാഗിന് കഴിയുന്നില്ല. അതൊരു വാസ്തവമാണ്. അപ്പോൾ സഞ്ജു വന്നാൽ അതിലൊരു മാറ്റം വരും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത മത്സരത്തിൽ സഞ്ജു ഇത് തന്നെയായിരിക്കും. 3-ാം മത്സരത്തിലാണ് ഇപ്പോൾ എനിക്കൊന്ന് പഞ്ചാബിനെതിരെയാണ് മത്സരം എന്ന് തോന്നുന്നത്, 4-ാം മത്സരം വരുന്നത്. അതിലായിരിക്കും സഞ്ജു ക്യാപ്റ്റൻ റോളിലേക്ക് വരിക. അവിടെ നിന്നൊരു മാറ്റങ്ങളും പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് അടുത്ത മത്സരം ജയിച്ചില്ലെങ്കിൽ 3 മത്സരം തോറ്റ് പിന്നെ രാജസ്ഥാൻ ആദ്യം തന്നെ ബാക്ക് ഫുട്ടിലായി പോകും. അതുകൊണ്ട് പരാഗിൽ നിന്ന് നമ്മൾ അടുത്ത മത്സരങ്ങളിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും. എന്തായാലും ഇനിയും മത്സരങ്ങൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും തീരുമാനിക്കാനായിട്ടില്ല, ഒന്നും പറയാനായിട്ടില്ല. എന്തായാലും നമ്മൾ പല സീസണുകളിലും കണ്ടതാണ്, ആദ്യ മത്സരങ്ങളിലൊക്കെ സംഭവിച്ച പിഴവുകളിൽ നിന്ന് അത് തിരുത്തി ടീമുകൾ തിരിച്ച് വരുന്നത് നമ്മൾ കണ്ടതാണ്.
സഞ്ജുവിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു സേവനം കൂടി ടീമിന് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ക്യാപ്റ്റനും കൂടിയായി സഞ്ജു ഫീൽഡിലേക്കും കൂടി എത്തുന്ന തരത്തിൽ സഞ്ജുവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് പിഴവുകൾ തിരുത്താനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. ടീമിന്റെ ഇത് കളി കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാൻ പറ്റും. അതെ, തീർച്ചയായും ആ രീതിയിൽ ഈ പിഴവുകളെല്ലാം തിരുത്തി രാജസ്ഥാൻ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും നമുക്ക് ഇനി മികച്ച മത്സരങ്ങൾ തന്നെ ഈ സീസണിൽ കാണാനാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും.